വാക്യം ഇങ്ങനെ ഞാനങ്ങ് പറയാം, ഒരു ജീവന കാര്യത്തിലും നിങ്ങൾ ഇടപെടരുത്. ഇറങ്ങിയെങ്കിൽ ഇറങ്ങിയതായിരിക്കണം. നിങ്ങൾ നിന്നതായിരിക്കണം. എൻ്റെ ഇവിടെ ഉണ്ടോ? ഇത് പോർക്കളമാണ്. എൻ്റെ ഇവിടെ ഉണ്ടോ? ഇത് യുദ്ധക്കളമാണിത്. യുദ്ധം ചെയ്ത് ചെയ്ത് തന്നെ നിൽക്കണം. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യുദ്ധഭൂമിയിൽ ആർക്കെങ്കിലും റെസ്റ്റ് ഉണ്ടോ? മിണ്ടേ. യുദ്ധഭൂമിയിൽ റെസ്റ്റ് ഇല്ല. എപ്പോഴാ യുദ്ധം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പൗലോസിന്റെ അടുത്ത് തീമോഥെയോസ് പറയുന്നൊരു കാര്യമുണ്ട്, സൂക്ഷിച്ചു കൊള്ളുക. എന്നോടുണ്ടോ? ഏതു സമയത്തും അലേർട്ടാകുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ. ഓക്കെ ഞാൻ അതിൽ നിന്ന് മാറാം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 40 മിനിറ്റ്സ് വചനം അല്ലാതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വെള്ളവും ചേർത്തിട്ടില്ല. ക്ലിയറാണ്, പ്യുവർ വേർഡാണ്. കൈയടിപ്പിക്കാനും അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടുണ്ടോ? ഇത് യുദ്ധക്കളമാണ്. പറഞ്ഞാച്ചാ ഇത് യുദ്ധക്കളമാണ്. അതാ പൗലോസ് പറയുന്നത്, നല്ല പോരാട്ടം വെക്കുക. പോരാട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഭാഷയാണ്. പിന്നീട് പൗലോസ് പറയുന്നു തീമോഥെയോസിന് ഭടനാകുക. ഇതെല്ലാം എന്ത് വാക്കാത്? ഇതൊരു യുദ്ധവുമായി, ഈ സ്പിരിച്വൽ മേഖല കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. ഇതിനകത്ത് വളരെ ഗൗരവത്തോടെ നിന്നാൽ ഈ ഉറങ്ങിയും തൂങ്ങി നിൽക്കാം. പക്ഷെ ഇത് നമ്മൾ പുറകോട്ടായി മാറും. പക്ഷെ വളരെ ഉത്സാഹത്തോടെ തിന്നാൽ നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എൻ്റെ കൂടെ ഉള്ളവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചൊരാമൻ പറഞ്ഞാട്ടെ. ഇനി നിങ്ങളെ ശ്രദ്ധിക്കണമേ. പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി. ആ വാക്ക എനിക്ക് വേണ്ടേ, പൊരുതി. എത്ര പേരെന്നെ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊരുതി. ഈ ദൂതിനകത്ത് ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആമേൻ പറയാൻ ഒരു വകുപ്പും ഇല്ലെന്ന് എനിക്കറിയാം. എങ്ങനെയാ പാസ്റ്റർ ഈ ദൂതിനകത്ത് ഞങ്ങൾ കൈയടിക്കുന്നുണ്ട്? പക്ഷെ ഇതിനകത്ത് അകം കത്തണം. പൊരുതി പറഞ്ഞേ. എന്തോ അത് യുദ്ധം തന്നെയാ. പൊരുതി. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കൈകൾ ഉയർത്തിയൊരാമേൻ പറയാമോ? ഒന്നുകൂടെ ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലോട്ടങ്ങ് വീഴട്ടെ. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. ഇനി എന്നെ നോക്കിയേ. മോനെ വന്നടാ. എനിക്ക് തിരിച്ചതാ. ഞാൻ തന്നതുപോലെ അവൻ എനിക്ക് തിരിച്ചു തന്നു. ഒരു കുഴപ്പമില്ലേ? നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഉപനിധിയെ തന്നതുപോലെ നീ തിരിച്ചു കൊടുക്കണം. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, അപ്പാ നീ എൻ്റെ മേൽ പകർന്നത് തന്നതുപോലെ ഞാൻ തിരിച്ചു തരാമെന്നല്ലേ എൻ്റെ അർത്ഥം. എത്ര പേർക്ക് പറ്റും ഇതിനൊരാമേൻ പറയാൻ? എത്ര പേർക്ക് പറ്റും? 1000 സോറി പറഞ്ഞിട്ടില്ല, ഒരു ക്ഷമാപണത്തിന്റെ പ്രാർത്ഥനയില്ല,
പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആയതും ആകുന്നതും എല്ലാം ദൈവകൃപയാണ്, പക്ഷെ ഞാൻ ആ കൃപ വൃഥാവാക്കുന്നില്ല. നമ്മൾ ഈ കൃപയെ മിസ്യൂസ് ചെയ്യാം. എൻ്റെ കൂടെ ഉണ്ടോ? ഈ കൃപയുടെ വെളിപ്പാട് മനസ്സിലാക്കിയാൽ ബൈബിൾ പറയുന്നത് ഇനി പാപം ചെയ്യാൻ പറ്റത്തില്ലെന്നാ. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? രാമയം പറയാം. കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, സോറി പറയാനുള്ള ലൈസൻസ് അല്ല, വഴി തെറ്റാനുള്ള ലൈസൻസ് അല്ല. കൃപ അഭിഷേകത്തെ സൂക്ഷിക്കാൻ, കൃപാവരങ്ങളെ സൂക്ഷിക്കാൻ, തന്നതിനെ സൂക്ഷിക്കാൻ, പകർന്നതിനെ സൂക്ഷിക്കാൻ. കൈയടിക്കണമെന്നില്ല, നിർബന്ധമില്ല. ആമേൻ. അകത്തൊരു കത്തൽ ഉണ്ടാകട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും, തന്നതുപോലെ എനിക്ക് തിരിച്ചു തരാൻ പറ്റും? കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ടെ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്. കൈയൊന്ന് ഉയർത്തി പിടിച്ച്. ലമഹോ ശബേഥേരിയ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. നന്നായി ഒന്ന് ഉയർത്തി പിടിച്ച വലത് കരം. എത്ര പേർക്ക് പറയാൻ കഴിയും, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി ആ നീതിയുടെ കിരീടം പറയാൻ പറ്റുമോ? ഏത് നിമിഷവും നീ എന്നെ വിളിച്ചോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് കിട്ടിയ നല്ല പ്ലാറ്റ്ഫോമാണിത്. ഞാൻ നെഗറ്റീവ് പറയല്ല. ഏത് സമയത്തും എന്നെ വിളിച്ചോ. ആ സമയത്തിന് കറപ്പിളരാത്തൊരു കൈ എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുന്നതാണ് ഈ വാക്യം. എത്ര പേർക്ക് എൻ്റെ കൂടെ ഉണ്ട്? വിശ്വസ്തദാസനെ എന്നു നീ വിളിച്ചിടും. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടും ഞാൻ. വിശ്വസ്തദാസനെ എന്നു നീ വിളിച്ചിടും. ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടും ഞാൻ. വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. ഇതും മനസ്സിലായപ്പോഴാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ മുഖസ്തുതിയുടെ വാക്കുകൾ പറഞ്ഞിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാമേൻ എത്ര പേർക്ക് പറയാൻ കഴിയും? ഉപായങ്ങൾ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. മക്കളെ, പ്രിയ മക്കളെ, ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, കുഞ്ഞുങ്ങളെ, ഉപായങ്ങൾ നമുക്ക് വേണ്ട. ഷോർട്ട് കട്ടുകളില്ല. ഇത് കൈയടി കുറയുന്ന ദൂതാന്ന് എനിക്കറിയാം, 100% എനിക്കറിയാം. പൗലോസ് ഗലാത്യയിലെ 1-ാം അധ്യായത്തിൽ പറയുക, മുഖസ്തുതികൾ. എന്നോടുണ്ടോ ആരെങ്കിലുമൊക്കെ? ജനുവനായി ഞാൻ ചോദിക്കട്ടെ, 2 പേർക്കെങ്കിലും ഈ ദൂത് പ്രയോജനപ്പെടുന്നുണ്ടോ? അതാ പൗലോസ് ഗലാത്യയിലെ, ഞാൻ പിന്നെ മനുഷ്യനെ എന്തിന് പ്രസാദിപ്പിക്കണം? എന്റെ കൂടെ ഉണ്ടോ? എന്തിനും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കണം? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി മാറണം. കൈയൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാമോ? എത്ര പേർക്ക് ഒരാഗ്രഹമുണ്ട്? എൻ്റെ ഒരു പേടിയും എൻ്റെ ഒരു ഭയവും പറയാം. ഇന്നെല്ലാവരും ആദരിച്ചിട്ട് ഒത്തിരി പുറയിലായി പോകരുത്. ഇന്നെങ്ങും ആദരവുകൾ കിട്ടിയില്ലേലും പേർ വിളിക്കുന്ന നേരം എൻ്റെ പേര് ആദ്യം വിളിക്കണം. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ട്, കർത്താവേ, സകല കൺവെൻഷവും മാറ്റി, അഴുക്കുകൾ മാറ്റി, കുറവുകൾ മാറ്റി, ചുടുക്കങ്ങൾ മാറ്റി, ഞങ്ങളെ ഇന്ന് രാത്രി ഒന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് കൈകൾ ഉയർത്തി എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും. ഒരു അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. യാഗപീഠത്തിൽ കത്തിയ ഒരു തീ ഇന്ന് രാത്രി ഇതിനകത്ത് കത്തട്ടെ. നിങ്ങളുടെ കൈ അടിക്കേണ്ട കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ.
ഓ ബഹസതരബ. കൈകൾ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ലാൻഡെ മഹത്തേര ഹത്തര ബഹസതരബ. ഇന്ന് രാത്രി ദൈവം ചിലരെ പുറത്തെടുക്കും. കപട കാവട്യങ്ങളില്ലാത്ത, മാസ്കുകളില്ലാത്ത, ദുരാലോചനകളില്ലാത്ത ഒരു ജെനുവിൻ പീപ്പിൾ ഈ ചർച്ചിനകത്തുനിന്ന് എഴുന്നേറ്റ് വരികയോ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞാട്ടെ. ലന്റെ മഹാത്തേര ഹത്തര പ്രഭാതന. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ചേ. ലേ മഹാസതര ശിഖിതേര മഹാസന്തരബ റേറ്റകേര മഹത്തന പ്രഭാതന ലാൻഡെ കമന സണ്ടല ബഹതരബ ഔഡാലറ ബഹതന പ്രഭാതന ശബേതേരിയ പ്രഭാതന സണ്ടരബ റാംദൽ കമന പ്രഭാതന. എനിക്ക് മനസ്സിലാകുന്നു ഇതിനകത്ത് ദൈവം വിശ്വസ്തന്മാരെ ആമേൻ തിരയുകയാണ്. ദൈവം ചില വിശ്വസ്തന്മാരെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുകയാണ്. ചില വിശ്വസ്തന്മാരെ അവൻ കണക്കിടുകയാണ്. കൈകൾ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. കൈകൾ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസ്ത ദാസനെ എന്നു നീ വിളിച്ചിടും, ഒരു വാക്കു കേൾക്കുവാ നേരോടെ ഓടും ഞാൻ. വിശ്വസ്തദാസനെ എന്നു നീ വിളിച്ചിടും. കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു വാക്കു. ഞാൻ നിങ്ങളെ നോക്കി ഒരു വാക്ക് പറയട്ടെ. ഒന്ന് രണ്ട് വാക്കുകൾ ചുമ്മാതെ ഞാൻ പറഞ്ഞു പോകട്ടെ. നിങ്ങൾ ആർക്കും ഈ ചർച്ചിനകത്തിരിക്കുന്ന എവിടെ ഇരുന്നു കൊണ്ട് രാമയം പറഞ്ഞേക്കണം. മല്ല് കെട്ടണം, മല്ല് കെട്ടണം, മല്ല് കെട്ടണം. ചട്ടപ്രകാരം പോരാടണം. പ്രഭാതന. എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? മല്ല് കെട്ടണം, ചട്ടപ്രകാരം പോരാടണം, യുദ്ധസേവ ചെയ്യണോ. ആർക്കത് വേണ്ട? ഈ ദൂതന് വേണ്ടവർ ഒരു മിനിറ്റ് ദൈവത്തിന് ശബ്ദം ഉയർത്തി എങ്ങനെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നേ അങ്ങനെ അതിനെ സ്വീകരിച്ചോട്ടെ. കൈ തട്ടണമെങ്കിൽ കൈ തട്ടാം, ശബ്ദം ഉയർത്തണമെങ്കിൽ ശബ്ദം ഉയർത്താം. യുദ്ധസേവ ചെയ്യുക. കൈ ഒന്ന് അടിച്ച് നന്നായി കർത്താവിന് ആരാധന കൊടുത്താട്ടെ. പ്രിയരെ, ഈ ദൂത് നിങ്ങൾ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ പ്രസംഗിച്ചതിൽ